മാപ്പിള എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് എന്ന് പലർക്കും സംശയം വരാറുണ്ട്. സംശയം വരാൻ കാരണമുണ്ട്. എന്താ വെച്ചാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമാവില്ല. മാപ്പിള എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കേൾക്കുമ്പോൾ മുസ്ലിം എന്ന് തോന്നും. കേരളത്തിലെ മുസ്ലിം ഒരു അടുത്ത കാലം വരെ അത് മലബാർ മുസ്ലിമിന് മാത്രം ഉപയോഗിച്ചിരുന്ന വാക്കാണ്. തിരുവിതാംകൂറിലെ മുസ്ലിമിനെ മേത്തൻ എന്ന് പറയും, മലബാറിലെ മുസ്ലിമിനെ മാപ്പിള എന്ന് പറയും. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ കാലത്തോടു കൂടിയാണ് മാപ്പിള എന്നുള്ളത് കൊച്ചിയിലും തിരുവിതാംകൂറിലും മലബാറിലും കേരളത്തിലും മൊത്തത്തിൽ മാപ്പിളമാർക്ക് മുസ്ലിങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാവുന്ന ഒരു വാക്കായിട്ട് മാറിയത്. ഇന്നിപ്പോൾ മാപ്പിള എന്ന് പറഞ്ഞാൽ കേരള മുസ്ലിം എന്നാണ്. അപ്പോൾ ഈ വാക്കിൻ്റെ അർത്ഥത്തെപ്പറ്റി പല തർക്കമുണ്ട്. അതായത് ഇപ്പം മുസ്ലിങ്ങൾ പറയുന്നത് അത് ഏതോ മഹാരാജാവ് കൽപ്പിച്ചു കൊടുത്താണ് മഹാപിള്ള എന്നുള്ളൊരു പദവിയിൽ നിന്ന് ചുരുങ്ങിയിട്ട് മാപ്പിളയായി എന്നാണ്. വേറൊന്ന് എന്താണെന്ന് വെച്ചാൽ മുഫ്ലിഹ് എന്നൊരു അറബി വാക്കുണ്ട്. മുഫ്ലിഹ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വിജയ് എന്നുള്ള അർത്ഥത്തിൽ മുഫ്ലിഹ് എന്ന് വിളിച്ചിട്ട് അങ്ങനെ അത് രൂപാന്തരപ്പെട്ട് മാപ്പിളയായി. പിന്നെ വേറൊരു വാദം എന്താണെന്ന് വിചാരിച്ചാൽ ഫലാഹ് എന്ന് അറബി പറഞ്ഞ കൃഷിക്കാരനാണ്. ഫലാഹ് കൃഷിക്കാരനർത്ഥം വെച്ചാൽ കച്ചവടക്കാരൻ എന്ന അർത്ഥത്തിലാണ്. ഇതൊക്കെ വലിയ തമാശ. എന്താ കാരണം വെച്ചാൽ അറബിയിൽ പ എന്നുള്ള ശബ്ദമില്ല, ള എന്നുള്ള ശബ്ദമില്ല. അപ്പോൾ മാപ്പിള അറബിയാവാനൊരു സാധ്യതയില്ല. പിന്നെ ഇവിടെ ആലോചിച്ച് നോക്കാം, കേരളത്തിൽ നസ്രാണി മാപ്പിളയുണ്ട്, യഹൂദ മാപ്പിളയുണ്ട്, ജോനക മാപ്പിളയുണ്ട്. ആരാ നസ്രാണി മാപ്പിള? അത് ക്രിസ്ത്യാനിയാണ്. ക്രിസ്ത്യാനിയെ പരാമർശിക്കാൻ വേണ്ടി പറയുന്നതാണ് നസ്രാണി മാപ്പിള. നസ്രയത്തുകാരനാണല്ലോ യേശു. പിന്നെ യഹൂദന്മാരെ പറ്റി പറയും, എന്താണ് യഹൂദ മാപ്പിള എന്നാണ് പറയുന്നത്. അത് കൊച്ചിയിലൊക്കെ അങ്ങനെയാണ് പറയുക. പിന്നെ മുസ്ലിങ്ങളെ പറ്റി ഒരു ജോനക മാപ്പിള. ജോനകൻ എന്ന് പറഞ്ഞാലോ യവൻ എന്നുള്ള അർത്ഥമില്ല, തെറ്റിദ്ധരിച്ച് പറഞ്ഞാൽ യവന ദേശത്തു നിന്ന് ഗ്രീസിൽ നിന്ന് വന്നവരാണ് എന്നുള്ളത് തെറ്റിച്ച് പറഞ്ഞാൽ ഈ ജോനകൻ എന്നുള്ള വാക്ക്. അപ്പോൾ മാപ്പിള എന്നുള്ള വാക്ക് പിന്നെ എന്താണ്? അത് എൻ്റെ അറിവിലും ആലോചനയിലും അനുഭവത്തിലും അതൊരു ദ്രാവിഡ പദമാണ്. തമിഴിലുണ്ട്. മാപ്പിളി എന്ന് പറഞ്ഞാൽ എന്താ? വരൻ എന്നാണ്. മകളെ കെട്ടിയവൻ എന്നാണ്. മകളെ കിട്ടിയ പുതിയാപ്പിള, അതാണ് പുതിയ മാപ്പിള. മാപ്പിളി എന്നൊക്കെ തമിഴ് എപ്പോഴും പറയുന്നതാണ്. അവിടെ വരൻ എന്നാണ് അർത്ഥം. അപ്പോൾ ഈ യഹൂദന്മാരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒക്കെ പുറത്തുനിന്ന് വന്നവരും ഇവിടെ വന്ന് പെണ്ണ് കിട്ടിയവരുമാണ്. അവർ സ്ത്രീകളെ അങ്ങനെ കൊണ്ടുവന്നിരുന്നില്ല. ഇവിടുന്നാണ് അവർ കല്യാണം കഴിച്ച് താമസിച്ച് പെറ്റുവരികയൊക്കെ. അപ്പോൾ ഈ 3 മാപ്പിള സമുദായങ്ങൾ ഉണ്ടായത് ഇവിടുത്തെ കല്യാണം കൊണ്ടാണ്. അപ്പോൾ കേരളത്തിലെ ഒരു വരൻ, ഒരു മണവാളൻ, ഒരു ബ്രൈഡ് ഗ്രൂം എന്നാണ് മാപ്പിള എന്നുള്ളതിനർത്ഥം. അപ്പോൾ അത് പിന്നെ ചില കുടുംബ പേരുണ്ട്. ഇപ്പോൾ കണ്ടത്തിൽ വർഗീസ് മാപ്പിള, അതൊക്കെ ആ കുടുംബത്തിന് പാരമ്പര്യമുള്ള എന്തോ പേരുകളാണിത്. അവർക്ക് ക്രിസ്ത്യാനികളുടെ കുടുംബമാണത്. അപ്പോൾ അതുകൊണ്ട് മാപ്പിള എന്നുള്ള വാക്ക് അറബിയായിട്ട് ഒരു ബന്ധമില്ലാത്തതും പൂർണ്ണമായും ദ്രാവിഡ വേരുകളുള്ളൊരു വാക്കാണ്. അതിനർത്ഥം മണവാളൻ, വരൻ എന്നാണ്.